Hi dear students, welcome back. Myself Alex Tharun, Assistant Professor in Department of Civil Engineering. Okay, അപ്പോൾ നമ്മൾ EST 120 Basics of Civil and Mechanical Engineering കോഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കഴിഞ്ഞ ഒരു സെഷനിൽ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ നമ്പർ 1 ഫസ്റ്റ് 2 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് 3 പോയിന്റ്സ് ആയിരിക്കും ഈ ഒരു ലെക്ചറിൽ ഉണ്ടാകുന്നത്. ഒന്ന്, ജനറൽ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്. രണ്ടാമത്തത്, റോൾ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ദ ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. അതേപോലെ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എഞ്ചിനീയർ, റെസ്പോൺസിബിലിറ്റി ഓഫ് എ സിവിൽ എഞ്ചിനീയർ. ഈ 3 പോയിന്റ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. EST 120 ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ മൊഡ്യൂൾ നമ്പർ 1 പാർട്ട് 1 ലെക്ചർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാട്ട് ഈസ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് നോക്കാം. വാട്ട് ഈസ് സിവിൽ എഞ്ചിനീയറിംഗ്? ടു ഡിസൈൻ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വിച്ച് ഇൻക്രീസസ് പ്രോസ്പെരിറ്റി ഓഫ് ദ പബ്ലിക്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നൊക്കെ നമ്മൾ ഈ ഒരു ലെക്ചറിൻ്റെ മുമ്പോട്ടുള്ള പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഇൻട്രൊഡക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ, സിവിൽ എഞ്ചിനീയറിംഗ് ഈസ് ദ ആർട്ട് ഓഫ് ഡയറക്റ്റിംഗ് ഗ്രേറ്റ് സോഴ്സ് ഓഫ് നേച്ചർ ഫോർ ദ യൂസ് ആൻഡ് കൺവീനിയൻസ് ഓഫ് ദ മാൻ. Civil engineers have one of the world's important jobs. They build our quality of life. With creativity and technical skill, civil engineers plan, design, construct and operate the facilities essential to the modern life, ranging from bridges, highway systems to water treatment plant and energy efficient buildings. ഓക്കെ, അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് ഈ വേൾഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ്. ദേ ബിൽഡ് ക്വാളിറ്റി ടു ദ ലൈഫ്. അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് നമ്മുടെ ലൈഫിലെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. വിത്ത് ക്രിയേറ്റിവിറ്റി ആൻഡ് ടെക്നിക്കൽ സ്കിൽ, സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റിയും അവർ പഠിച്ചിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസ് വെച്ചിട്ട് ദേ പ്ലാൻ, ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ട് ആൻഡ് ഓപ്പറേറ്റ് ഫെസിലിറ്റീസ് ടു ദ മോഡേൺ ലൈഫ്. ഈ മോഡേൺ ലൈഫിൽ നമ്മൾ കാണുന്ന എല്ലാ സ്ട്രക്ചേഴ്സും ഫെസിലിറ്റിയും പ്ലാൻ ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും കൺസ്ട്രക്ട് ചെയ്യുന്നതും അതിൻ്റെ ലൈഫ് ടൈമിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതും സിവിൽ എഞ്ചിനീയേഴ്സാണ്. ഇനി എന്തൊക്കെയാണ് ഇതുപോലത്തെ സ്ട്രക്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ദ റേഞ്ചസ് ഫ്രം ബ്രിഡ്ജസ്, ഹൈവേ സിസ്റ്റം ടു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. നമ്മൾ കാണുന്ന ബ്രിഡ്ജസ്, ഹൈവേയിലെ സിസ്റ്റംസ്, ഹൈവേ സിസ്റ്റം എന്ന് വെച്ചാൽ ട്രാഫിക് സിസ്റ്റം, ബ്രിഡ്ജസ്, അതിൻ്റെ സൈഡിലുള്ള റീറ്റെയിനിങ് വാൾസ്, അതിന് ഹൈവേ സിസ്റ്റം എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. ടു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടറിനെ ട്രീറ്റ് ചെയ്തെടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ്. ഇതെല്ലാം ഒരു സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. സിവിൽ എഞ്ചിനീയേഴ്സ് ആർ പ്രോബ്ലം സോൾവേഴ്സ്. സിവിൽ എഞ്ചിനീയേഴ്സ് എന്താണ്? ഒരു പ്രോബ്ലം സോൾവേഴ്സ് ആണ്. മീറ്റിംഗ് ദ ചലഞ്ചസ് ഓഫ് പൊല്യൂഷൻ, ട്രാഫിക് കൺജഷൻ, ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് എനർജി നീഡ്സ്. അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് ഒരു പ്രോബ്ലം സോൾവേഴ്സ് ആണ്. ദേ വിൽ മീറ്റ് ദ ചലഞ്ചസ് ഓഫ് പൊല്യൂഷൻ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ട്രാഫിക് കൺജഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി, അതേപോലെ നമ്മുടെ എനർജി നീഡ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി, അതുപോലത്തെ എനർജി നീഡ്സ്. അതേപോലെ അർബൻ റീഡെവലപ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി പ്ലാൻ, നമ്മുടെ സറൗണ്ടിങ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും നമ്മുടെ സറൗണ്ടിങ്സിൻ്റെ കമ്മ്യൂണിറ്റിയെ പ്ലാൻ ചെയ്യാനും സിവിൽ എഞ്ചിനീയേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഹിസ്റ്ററി ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 പോയിൻറ്റ്. ഈജിപ്തിലെ ആൻഷ്യൻ സിവിലൈസേഷൻ മുതലേ ഈ ഒരു എഞ്ചിനീയറിംഗ്, അതായത് ബിൽഡിംഗ് റിലേറ്റഡ് സ്ട്രക്ചേഴ്സ്, അതിൻ്റെ പ്ലാനിങ്, അതിൻ്റെ ഡിസൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ സിവിൽ എഞ്ചിനീയറിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ജോൺ സ്മീറ്റൺ ആണ്. ഇൻ 18th century, ഇപ്പോൾ ബ്രിട്ടനിലുള്ള 18th century ജീവിച്ചിരുന്ന ജോൺ സ്മീറ്റൺ ആണ് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫാദറായിട്ട്
നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രം ഇതിൻ്റെ അകത്തൊന്ന് ഓർത്തിരുന്നാൽ മതി. വലിയ കണ്ടൻ്റ് ഒന്നും താല്പര്യമുള്ളത് വായിച്ചു നോക്കുക. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നൊരു പോർഷൻ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു നേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിരിക്കും. നമുക്ക് റോഡ്സ്, എയർപോർട്ട്സ്, പോർട്സ്, റെയിൽവേസ്, എനർജി, അതേപോലെ യൂട്ടിലിറ്റീസ്. ഇതുകൂടാതെ നമുക്ക് ഫുഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വരുന്നത് ദ റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ദ ഫ്രെയിംവർക്ക് ഓഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് transportation, communication, energy, lifeline facility, irrigation facilities, etc. That help a community or a government to function, grow and develop. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കാണ്. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കാണ്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, എനർജി ഫെസിലിറ്റീസ്, ലൈഫ് ലൈൻ ഫെസിലിറ്റി, അതായത് ഹോസ്പിറ്റൽസ്, ഇറിഗേഷൻ ഫെസിലിറ്റി, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റി, എക്സെട്ര. ദാറ്റ് ഹെൽപ്പ് എ കമ്മ്യൂണിറ്റി ഓർ എ ഗവൺമെൻറ്, ഒരു കൂട്ടം ആൾക്കാരെയോ അവിടുത്തെ ഗവൺമെൻറ്റിനെയോ എന്തിനൊക്കെ അത് ഫങ്ഷൻ ചെയ്യാൻ, പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ, ഗ്രോ ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫ്രെയിംവർക്ക്, സിസ്റ്റം, സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. Infrastructure development in any country contributes to the economic development of a particular nation. Higher the infrastructure facility, higher will be the growth prospect. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ മെയിൻ ഫാക്ടറാണ്. അപ്പോൾ ഹയർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉള്ള ഒരു നേഷൻ ആണെങ്കിൽ അവിടുത്തെ ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലായിരിക്കും. എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ കോൺട്രിബ്യൂട്ട്, നമുക്ക് രണ്ട് ടൈപ്പ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഉള്ളത്. എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ കോൺട്രിബ്യൂട്ട് ഡയറക്ട്ലി ടു ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ നേഷൻ, വേറസ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, സോഷ്യൽ വെൽഫെയർ, ഹൗസിംഗ്, വാട്ടർ സപ്ലൈ എക്സെട്ര വിൽ ഹാവ് ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. അപ്പോൾ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇതിനകത്ത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കുള്ള ബേസിക് നീഡ്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്, നമ്മുടെ സോഷ്യൽ വെൽഫെയർ, ഹൗസിംഗ് ഫെസിലിറ്റി, വാട്ടർ സപ്ലൈ ഫെസിലിറ്റി, നമ്മുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ഇതൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ്ലി നമ്മുടെ എക്കണോമിയെ ഡെവലപ്പ് ചെയ്യും. അതെങ്ങനെയാണ്? ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്താലേ അവിടുത്തെ ആൾക്കാർക്ക് എന്താ പറയുക, ഒരു പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് പുരോഗതി ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുള്ളൂ. അതാണ് ഇൻഡയറക്ട്ലി എന്ന് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇനി ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഹാസ് ദ ഫോളോയിങ് മേജർ ഇമ്പാക്ട്സ് ഓൺ എ കൺട്രി. ഇപ്പോൾ ഒരു രാജ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഇപ്പോൾ ക്യാപ്സ്യൂളായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് തീർച്ചയായിട്ടും പഠിക്കുക. ഫസ്റ്റ് പോയിൻറ്റ്, ഹെൽത്തി ആൻഡ് കംഫർട്ടബിൾ ഹൗസിംഗ് ഫെസിലിറ്റി. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ഹെൽത്തിയും കംഫർട്ടബിളും ആയിട്ടുള്ള ഹൗസിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തത് ഇംപ്രൂവ്മെൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. അടുത്തത് പ്രൊട്ടക്ഷൻ ഫ്രം ഡ്രോട്ട് ആൻഡ് ഫ്ലഡ്. ക്ഷാമം ഉണ്ടാകുമ്പോഴും ഫ്ലഡ് ഉണ്ടാകുമ്പോഴും നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടാവണം. അടുത്തത് സേഫ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ. അപ്പോൾ നമുക്ക് ഹൗസ് ഹോൾഡ് പർപ്പസിൽ വീട്ടിൽ ആവശ്യമായിട്ടുള്ളതും പിന്നെ ഇൻഡസ്ട്രിക്ക് റൺ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള വാട്ടർ സപ്ലൈ പ്രോപ്പറായിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. അടുത്തത് സേഫ് ആൻഡ് സയൻറ്റിഫിക് വാട്ടർ ഡിസ്പോസൽ. ഇപ്പോൾ നമ്മൾ വാട്ടർ യൂസ് ചെയ്തു, ഇപ്പോൾ യൂസ് ചെയ്ത വാട്ടർ എല്ലാത്തിനും ഒരു പർട്ടിക്കുലർ ഹൈ എമൗണ്ട് വാട്ടർ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ഇപ്പോൾ ഈ വാട്ടറൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഫെസിലിറ്റി, അതാണ് സേഫ് ആൻഡ് സയൻറ്റിഫിക് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരെയും നേച്ചറിനെയും ഒന്നും ഹാം ചെയ്യാത്ത രീതിയിൽ ഈ വാട്ടർ നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള ഫെസിലിറ്റി. അടുത്തത് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം ന്യൂക്ലിയർ, ഹൈഡൽ, തെർമൽ, സോളാർ ആൻഡ് വിൻഡ് എനർജി. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ജനറേഷൻ,
അത് പല രീതിയിലായിരിക്കാം. ന്യൂക്ലിയർ ആയിരിക്കാം, വാട്ടറിൽ നിന്നുള്ള ഹൈഡൽ പവർ ആയിരിക്കാം, തെർമൽ ആയിരിക്കാം, സോളാർ ആയിരിക്കാം, അല്ലെങ്കിൽ വിൻഡ് എനർജി യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ. അടുത്തത് ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ അഗ്രികൾച്ചർ കൂട്ടിയിട്ട് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ലാസ്റ്റ് പോയിൻറ്റ്, ഇംപ്രൂവ്ഡ് വെൽത്ത്, പ്രോസ്പെരിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ ആയിട്ട് ഒരു ഇംപ്രൂവ്ഡും വെൽത്തി ആൻഡ് പ്രോസ്പെരിറ്റി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഈ ലാർജ് സ്കെയിൽ ബഡ്ജറ്റ് അലോക്കേഷൻ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ലീഡ്സ് ടു അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഏതൊരു ബഡ്ജറ്റ് എടുത്താലും, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ബഡ്ജറ്റ് എടുത്താലും അതിനകത്തൊരു ലാർജ് സ്കെയിൽ ബഡ്ജറ്റ്, ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ അഗ്രികൾച്ചറിനും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനുമാണ് കൊടുക്കുന്നത്. കാരണം ഇറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇറാഡിക്കേറ്റ്സ് പോവർട്ടി ആൻഡ് എൻഹാൻസ് പെർ ക്യാപിറ്റ ഇൻകം, ദെർബൈ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. ഈ അഗ്രികൾച്ചറിൽ ഇമ്പോർട്ടൻസ് കൊടുത്താലേ നമുക്ക് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് ഊന്നൽ കൊടുത്താലേ, പ്രയോറിറ്റി കൊടുത്താലേ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണെങ്കിലേ നമുക്ക് ഒരു രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഒരു രാജ്യത്തിനുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. അടുത്തത് ദ റോൾ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റോൾ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സിന് ഈ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിലെ റോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ഫോർ അർബൻ ആൻഡ് റൂറൽ ഏരിയ. അപ്പോൾ നമ്മുടെ വില്ലേജിലും സിറ്റീസിലും ഒക്കെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിംഗ്, കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ബിസിനസ് പർപ്പസിനായിട്ടുള്ള കടകൾ, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, വലിയ വലിയ ഇൻഡസ്ട്രീസിൻ്റെ ബിൽഡിംഗ്, ഇതിനെല്ലാത്തിൻ്റെയും കൺസ്ട്രക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും. രണ്ടാമത്തത് ടൗൺ ആൻഡ് സിറ്റി പ്ലാനിങ്. ഇപ്പോൾ ടൗൺ ആണെങ്കിലും സിറ്റീസ് ആണെങ്കിലും പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആവശ്യമാണ്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ വീട് വെക്കാനും നമ്മുടെ വീട്ടിലുള്ള സെപ്റ്റി ടാങ്കും കിണറും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ പലർക്കും പല രീതിയിലും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു സ്ഥലത്തിനാവശ്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതിപ്പോൾ മെട്രോ റെയിൽ ആയിക്കോട്ടെ, ഇന്ത്യൻ റെയിൽവേസിൻ്റെ റെയിൽവേ ലൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹാർബർ ആയിക്കോട്ടെ, ഇതെല്ലാം സിവിൽ എഞ്ചിനീയേഴ്സ് പ്ലാൻ ചെയ്ത് സജസ്റ്റ് ചെയ്യും. ആ സജഷൻ അനുസരിച്ചിട്ടാണ് ഗവൺമെൻറ് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ സ്ഥലം അക്യൂർ ചെയ്തിട്ട്, ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്ത് അക്യൂർ ചെയ്തിട്ട് അവിടെ ഈ ഒരു ഫെസിലിറ്റീസ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിലാണ് ടൗൺ പ്ലാനിങ്, സിറ്റി പ്ലാനിങ്, അതുവഴിയിട്ട് ആ ഒരു സ്ഥലത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മളെക്കാളും പ്രയോറിറ്റി നമ്മുടെ സ്ഥലത്തിനാണ്, അല്ലെങ്കിൽ രാജ്യത്തിനാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിനാണ്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, റെയിൽവേസ്, പോർട്സ്, ഹാർബേഴ്സ് ആൻഡ് എയർപോർട്ട്. ഓഫ് കോഴ്സ് റെയിൽവേസ്, പോർട്സ്, ഹാർബർ, എയർപോർട്ട്സിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ പരിധിയിൽ വരും. അടുത്തത് കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ഫോർ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ റിസോഴ്സ് ആൻഡ് ഫ്ലഡ് കൺട്രോൾ. ഇപ്പോൾ ഡാംസ് രണ്ട് രീതിയിലാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് ഇപ്പോൾ വേനൽക്കാലം വരുമ്പോഴത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടും ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ടുള്ള വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് ഡാംസ് ആണ്. അതേപോലെ പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടാകുമ്പോൾ, നോൺ സ്റ്റോപ്പബിൾ മഴ ഉണ്ടാകുമ്പോൾ ഈ വാട്ടറിനെയൊക്കെ സ്റ്റോറേജ് നിർത്താനും നമുക്ക് ഡാംസ് ഹെൽപ്പ് ചെയ്യും. അടുത്തത്, പ്രൊവൈഡിങ് സേഫ് ഡൊമസ്റ്റിക് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ. അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനായിട്ടുള്ളതും അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ളതും ഇൻഡസ്ട്രിയൽ പർപ്പസിന് ആവശ്യമായിട്ടുള്ള വാട്ടർ സപ്ലൈയുടെ ആ ഒരു ഡിസൈനും അതിൻ്റെ ആ ഒരു സിസ്റ്റവും അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ സിവിൽ എഞ്ചിനീയേഴ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അടുത്തത്, പ്രൊവൈഡിങ് സെക്യൂർ ആൻഡ് സയൻറ്റിഫിക് വാട്ടർ ഡിസ്പോസൽ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടറിൽ മെയിൻ പോർഷൻ നമ്മൾ വേസ്റ്റാക്കി കളയും. അപ്പോൾ അതിൻ്റെ സേഫും സയൻറ്റിഫിക്കും ആയിട്ടുള്ള വാട്ടർ ഡിസ്പോസൽ പ്ലാന്റ്, അതിൻ്റെ ഹാൻഡ്ലിംഗ് ഒക്കെ സിവിൽ എഞ്ചിനീയേഴ്സാണ് നോക്കുന്നത്. അടുത്തത്, മോണിറ്ററിങ് ലാൻഡ്, വാട്ടർ ആൻഡ് എയർ പൊല്യൂഷൻ ദാറ്റ് മെഷേഴ്സ് ടു കൺട്രോൾ ആൻഡ് ടേക്ക് മെഷേഴ്സ് ടു കൺട്രോൾ ദം. അപ്പോൾ ഡിഫറെൻറ്റ് പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഇതെല്ലാം മോണിറ്റർ ചെയ്യണം, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻഡസ്ട്രി ഉള്ള ഏരിയ ആണെങ്കിൽ ഇൻഡസ്ട്രീസിൽ അവർ ആ പുകയൊക്കെ കടത്തി വിടുന്നത് ഒരു വലിയ ചിമ്മിണി കൂടിയാണ്. ഇതേപോലെ വലിയൊരു സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെ മുകളിൽ കൂടിയായിരിക്കും സ്മോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കണം എന്നുള്ള റെഗുലേഷൻ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, ഇതൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം ഇതൊക്കെ നമ്മുടെ നോർമൽ സറൗണ്ടിങ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ സാധാ ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന സ്മോക്കൊക്കെ നമ്മൾ ചുമ്മാ
പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സറൗണ്ടിങ്സിന് അവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഹാംഫുള്ളായിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കുറച്ച് റെഗുലേഷൻസ് ചെയ്യുന്നത്. അതേപോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ, അതിനായിട്ടുള്ള പ്രോപ്പർ ഡിസ്പോസലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് മെയിൻ്റനൻസ് ഓഫ് ഫെസിലിറ്റി. മെയിൻ്റനൻസ് ഓഫ് ഫെസിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ മെയിൻ്റനൻസ്, അതിന് ഡാമേജ് വരുമ്പോൾ പ്രോപ്പറായിട്ട് അതിന് മെയിൻ്റനൻസ് ഉണ്ടാവണം. അതുപോലെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി അത് അപ്ഗ്രേഡ് ചെയ്യുന്നത്. ലാസ്റ്റ് റീബിൽഡിങ്, റീഹാബിലിറ്റേറ്റിംഗ്, റിട്രോഫിറ്റിംഗ് ആൻഡ് റിപ്പയർ. ഇതെല്ലാം സിവിൽ എഞ്ചിനീയറിൻ്റെ റോളാണ്. ഇപ്പോൾ ഒരു സ്ട്രക്ചർ റീബിൽഡ് ചെയ്യുക, റീഹാബിലിറ്റേറ്റ് ചെയ്യുക, റിട്രോഫിറ്റ് ചെയ്യുക, റിപ്പയർ ചെയ്യുക, ഇതെല്ലാം സിവിൽ എഞ്ചിനീയറിൻ്റെ റോൾസിൽ വരുന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഒരു 7 പോയിൻ്റെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചു വെച്ചേക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷേ അതെന്നാലും ഓർത്തെടുത്ത് എഴുതാൻ പറ്റണം. ഓക്കെ, അടുത്തത് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ നമുക്കൊരു പിക്ചറിൽ നമുക്ക് കാണിക്കാം. സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ അകത്ത് ഓരോ ഫിഗർ, ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ മെയിൻ്റനൻസ്, റോഡിൻ്റെ കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ്, ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ മെയിൻ്റനൻസ്, പൊല്യൂഷൻ, അതേപോലെ എന്താ പറയുക കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ റോളിലായിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തത് റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എഞ്ചിനീയർ ഇൻ എൻഷുറിങ് ദ സേഫ്റ്റി ഓഫ് ബിൽഡിംഗ് എൻവയൺമെൻറ്റ്. അപ്പോൾ ഒരു എഞ്ചിനീയറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ അകത്തുള്ള ഇൻട്രൊഡക്ഷൻ നോക്കാം. നിങ്ങൾ പഠിക്കേണ്ട മെയിൻ പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ അല്ല, അതിൻ്റെ ഒരു തിയറി പോയിൻ്റ് എന്തൊക്കെയായിരിക്കും വരുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. എ ബിൽഡിംഗ് എൻവയൺമെൻറ്റ് മീൻസ് എ ഹ്യൂമൻ മെയ്ഡ് സ്പേസ് ഇൻ വിച്ച് പീപ്പിൾ ലിവ്, വർക്ക് ആൻഡ് റിക്രിയേറ്റ് ഓൺ എ ഡേ ടു ഡേ ബേസിസ്. ഒരു ബിൽഡിംഗ് എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ മെയ്ഡ് സ്പേസ് ആണ്. അവിടെ ഇപ്പോൾ നമ്മൾ താമസിക്കുന്നതാവാം, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ റിക്രിയേഷനൊക്കെ വേണ്ടി പോകുന്ന തിയേറ്ററും മാളുകളൊക്കെ ആവാം. ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കോണ്ടെക്സ്റ്റ് ഇറ്റ് മേ ബി എ സിംഗിൾ ഡ്വെല്ലിംഗ് ഹൗസ്. അതൊരു സിംഗിൾ ഹൗസ് ആയിരിക്കാം, അപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം, ഓഫീസ് ബിൽഡിംഗ് ആയിരിക്കാം, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആയിരിക്കാം, ഷോപ്പിംഗ് മാൾ ആയിരിക്കാം, എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആയിരിക്കാം. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ടേംസിൽ പറഞ്ഞാൽ ബിൽഡിങ്സിന് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒരു സിംഗിൾ സ്റ്റോറി നമ്മുടെ വീടായിരിക്കാം, നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം, ഒരു ഓഫീസ് ബിൽഡിംഗ് ആയിരിക്കാം, ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആയിരിക്കാം, ഷോപ്പിംഗ് മാൾ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്കൂൾസോ കോളേജസോ ഒക്കെ ആയിരിക്കാം. ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ ഫേസ് എ കൺസ്ട്രക്ഷൻ സേഫ്റ്റി ഡോക്യുമെൻറ്റ് ഈസ് ടു ബി പ്രിപ്പയർഡ് ബൈ ദ എഞ്ചിനീയർ ആൻഡ് ദാറ്റ് ഈസ് കമ്പൈൽഡ് ആൻഡ് ആഡഡ് ടു ആൻ ഓൺഗോയിങ് ബേസിസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് പ്രോജക്റ്റ്. അപ്പോൾ കൺസ്ട്രക്ഷൻ, ആ ഒരു പർട്ടിക്കുലർ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സേഫ്റ്റി ഡോക്യുമെൻറ്റ് ആ ഒരു സൈറ്റ് എഞ്ചിനീയർ പ്രിപ്പയർ ചെയ്യണം. അതെന്ത് ചെയ്യണം? ത്രൂ ഔട്ട് ആ ബിൽഡിങ്ങിൻ്റെ പ്രൊജക്റ്റ് ലൈഫിൽ ആ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഇറ്റ് ഈസ് ഹാൻഡഡ് ഓവർ ടു ദ ഫസ്റ്റ് ഒക്യുപ്പയർ ഓഫ് ദ ബിൽഡിംഗ് ഓഫ് ദ സ്ട്രക്ചർ. ഈ ഒരു ഡോക്യുമെൻറ്റ്, സേഫ്റ്റി ഡോക്യുമെൻറ്റ് ഫസ്റ്റ് ഒക്യുപ്പയർ, ആദ്യം ആ ബിൽഡിംഗ് ഒക്യുപ്പൈ ചെയ്യുന്ന ആരാണോ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ആൻഡ് ഷുഡ് കണ്ടെയ്ൻ ഡീറ്റെയിൽസ് അബൌട്ട് മെയിൻ്റനൻസ് ആൻഡ് യൂസ് ഓഫ് ബിൽഡിംഗ്. അതിൻ്റെ അകത്ത് ആ ബിൽഡിംഗ് എപ്പോഴൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, അതെങ്ങനെയൊക്കെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് നോട്ട്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇറ്റ് ഷുഡ് ഹൈലൈറ്റ് എനി പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ഫീച്ചേഴ്സ് ഓഫ് ദ ബിൽഡിംഗ് സച്ച് എസ് പ്രോബ്ലംസ് ഓഫ് ക്ലീനിങ് വിൻഡോ ഓൺ ദ 12th ഫ്ലോർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദ ഡിസൈനർ ഇൻവെസ്റ്റിഗേറ്റ് ദാറ്റ് ദിസ് കുഡ് ബി ഡൺ സേഫ്ലി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ട 1-2 ഹൈലൈറ്റഡ് പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തോ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തോ ഡേഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന എന്തെങ്കിലും ഒരു ഡേഞ്ചർ പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള ഏരിയ എവിടെയാണ്, എന്താണ്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു നോട്ട് കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ അവർ പറയുന്നത്, ഇപ്പോൾ 12th ഫ്ലോർ വലിയ ബിൽഡിംഗ് ആണെങ്കിൽ 12th ഫ്ലോറിൽ വിൻഡോ ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഓവർ ഹാൻഡിൽ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തായിരിക്കണം എന്നുള്ള സേഫ്റ്റി മെഷേഴ്സും ആ ഒരു നോട്ടിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഷുഡ് ഓൾസോ കണ്ടെയ്ൻ ഡീറ്റെയിൽസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻ ദ ബിൽഡിംഗ് ആൻഡ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് യൂസ് ഓഫ് ദം. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്ലാന്റ്സും മെഷീനറി അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും അത് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു നോട്ടും കൊടുത്തിട്ടുണ്ടാവണം. The responsibility of engineer to ensure safety in the build-up environment include the following. ഇപ്പോൾ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്തൊക്കെയാണ് ഒരു ബിൽഡിങ്ങിൽ വരുന്നത് എഞ്ചിനീയറിൻ്റെ റോളായിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ ക്യാപ്സ്യൂളായിട്ടുള്ള പോയിൻറ്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദ റെസ്പോൺസിബിലിറ്റി
responsibility of engineer to ensure safety in a built-up environment. ഒന്നാമത്തെ പോയിന്റ്, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് പ്രോജക്റ്റ് എൻഷുർ ദാറ്റ് ഓൾ ദ ഇൻസ്റ്റലേഷൻ ഇൻക്ലൂഡിംഗ് മെഷീനറി, ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഹാവ് മെറ്റ് ദ സേഫ്റ്റി സ്റ്റാൻഡേർഡ് സ്പെസിഫൈഡ്. അപ്പോൾ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എഞ്ചിനീയർ എന്ത് ചെയ്യണം? അവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന മെഷീനറി, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടുണ്ടോ, സർട്ടിഫൈഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, ഐഡൻറ്റിഫൈ എനി സേഫ്റ്റി ലാബ്സ് ഇൻ കൺസ്ട്രക്ഷൻ ലൈക്ക് അൺഗാർഡഡ് ഓപ്പണിങ്സ്, ഡക്റ്റ് ആൻഡ് എൻഷുർ ദാറ്റ് ദോസ് ആർ കറക്റ്റ്. അപ്പോൾ അതായത് ഐഡൻറ്റിഫൈ എനി സേഫ്റ്റി ലാബ്സ്, അതായത് എവിടെയെങ്കിലും ഒരു സേഫ്റ്റി ലാബ്സ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അൺഗാർഡഡ് ഓപ്പണിങ്സ്. ഇപ്പോൾ ടെറസിൽ സൈഡ് വാൾ കെട്ടിയിട്ടില്ല, അതൊരു സേഫ്റ്റി പ്രോബ്ലമാണ്. അതേപോലെ നമുക്കിപ്പോൾ സ്റ്റെയറിന് ഹാൻഡ് റെയിൽ ഇല്ല, അതൊക്കെ ഒരു സേഫ്റ്റി പ്രോബ്ലമാണ്. അപ്പോൾ അതുപോലത്തെ പോയിൻറ്റ്സുകൾ കണ്ടുപിടിക്കുക, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്ത് അതിന് കറക്റ്റ് ചെയ്യുക. അടുത്ത പോയിന്റ്, ഹാൻഡ് ഓവർ ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ഓഫ് ഇൻസ്റ്റലേഷൻ ഇൻ ദ ബിൽഡിംഗ് വിത്ത് സ്പെസിഫിക് സേഫ്റ്റി മാർക്സ്. ആ ബിൽഡിങ്ങിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന എല്ലാ ഇൻസ്റ്റലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ എന്തെങ്കിലും ഓട്ടോമാറ്റിക് ഡോർ സിസ്റ്റം ആയിരിക്കാം, ലിഫ്റ്റ് ആയിരിക്കാം, റാമ്പുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. റാമ്പല്ല, നമ്മുടെ എസ്കലേറ്റർ, നമ്മൾ മോളിലൊക്കെ കാണുന്ന പോലത്തെ എസ്കലേറ്ററില്ലേ, ഈ സ്ലൈഡിങ് സ്റ്റെപ്പ്, അതുപോലത്തെ എന്തെങ്കിലും ഇൻസ്റ്റലേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ സേഫ്റ്റി റിമാർക്സും എല്ലാം ഹാൻഡഡ് ഓവർ ചെയ്യണം. അടുത്തത്, എൻഷുർ ഓൾ വാർണിംഗ് ഇൻസ്ട്രക്ഷൻ ഡിസ്പ്ലേഡ് ഇൻ എ പ്ലേസ് ആൻഡ് ലെജിബിൾ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിൽ ഏതെങ്കിലും പ്ലേസിൽ കൊടുക്കേണ്ട വാർണിംഗ് സിമ്പിൾസൊക്കെ കറക്റ്റായിട്ട് ബോർഡ് യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ലാസ്റ്റ് പോയിന്റ്, ഹാൻഡ് ഓവർ ഓൾ ദ പീരിയോഡിക് മെയിൻ്റെനൻസ് ഷെഡ്യൂൾ എസ്പെഷ്യലി ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എക്സെട്ര ടു എൻഷുർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ബിൽഡിംഗ്. അപ്പോൾ ഫൈനലി അവർ പറയുന്നത് ആ ഒരു ബിൽഡിങ്ങിൽ പ്രോപ്പറായിട്ട് നടക്കേണ്ട മെയിൻ്റെനൻസിൻ്റെ ഒരു ഷെഡ്യൂൾ കൊടുക്കുക. അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തു, പണിതെല്ലാം കഴിഞ്ഞു, ആ ബിൽഡിങ്ങിൻ്റെ ഡോക്യുമെൻ്റ് എഞ്ചിനീയർ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പറയും ഒരു വർഷം കഴിയുമ്പോൾ ഇന്ന കാര്യങ്ങളിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ റിപ്ലേസ് ചെയ്യണം. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ഹൈ റൈസ് ബിൽഡിങ്സിലും, ഹോസ്പിറ്റൽസിലും, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, ഫയർ ആൻഡ് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ കാണാം. നിങ്ങൾ നടന്നു പോകുമ്പോഴൊക്കെ ചെറിയ ഗ്യാസിൻ്റെ ഒരു എക്യുപ്മെൻ്റ് ഇരിക്കുന്ന കാണാം, അതേപോലെ ഓസ് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാം. ഇതൊക്കെ ഫയർ സേഫ്റ്റി എക്യുപ്മെൻ്റ് ആണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ കൊല്ലം കഴിയുമ്പോഴും അത് റീഫിൽ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു തീ ഉണ്ടാകുമ്പോൾ കിടത്തേണ്ട സ്മോക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ കഴിയുമ്പോൾ അത് റീഫിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇരുന്ന് ഡാമേജ് ആയി പോകും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഷെഡ്യൂൾ, മെയിൻ്റെനൻസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫയർ സേഫ്റ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം, ഫയർ സേഫ്റ്റി. കാരണം അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഡാമേജ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ ഫെയിലിയറൊക്കെ കൊണ്ടൊക്കെ ഫയർ ഫൈറ്റിംഗ് പ്രോബ്ലംസ് ഉണ്ടാകാം. അപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. റിപ്ലേസ് ചെയ്യാനുള്ളതൊക്കെ ഓരോ വർഷം കഴിയുമ്പോൾ റിപ്ലേസ് ചെയ്യണം. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് എപ്പോഴും ആ ബിൽഡിങ്ങിന് ലീഗലായിട്ട് ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ എ ബിൽഡപ്പ് എൻവയൺമെൻറ്റ്. അതായത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ ഒരു സിവിൽ എഞ്ചിനീയറിന് ഉണ്ടാകേണ്ട റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, സിവിൽ എഞ്ചിനീയറിംഗിലെ ഫാദർ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആരാണ്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നും, ഒരു സിവിൽ എഞ്ചിനീയറിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ വരുന്ന റോൾ എന്തൊക്കെയാണെന്നും പറഞ്ഞു. അതേപോലെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് റെസ്പോൺസിബിലിറ്റി ഓഫ് എ സിവിൽ എഞ്ചിനീയർ ഇൻ എൻഷ്യൂറിങ് സേഫ്റ്റി ഓഫ് എ ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്യൂറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അതേപോലെ ഈ ഒരു നോട്ട് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ലെക്ചറിൽ വീണ്ടും കാണാം. ബൈ.